ഞാൻ ഒരിച്ചിരി ഇരിച്ചിരി ബമ്പർ ചിരിയിലെ നിങ്ങളുടെ സ്വന്തം വിദ്യ. ഇന്നത്തെ ദിവസത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഇന്ന് നമ്മുടെ നന്ദൂട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണല്ലേ. അപ്പം നന്ദൂട്ടി, ഹാപ്പി 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 ബർത്ത്ഡേ ചക്കരെ. എന്ന് ഈ ചിരിച്ച മുഖത്തോടെ ആക്റ്റീവായിട്ട് പൊളിച്ചിരിക്കട്ടെ ചക്കരെ. ചിലവ് വേണം കേട്ടോ. നന്ദുമോളെ, ചക്കര ഉമ്മ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നന്ദുക്കുട്ടിക്ക് സകല ലോക ദൈവങ്ങളും ദീർഘായുസ്സും ആരോഗ്യവും നൽകണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഹാപ്പി ബർത്ത്ഡേ ടു യു ഉമ്മ. ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം നന്ദൂട്ടി. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ പിറന്നാളാണ്. അതിൻ്റേതായിട്ട് ഞാൻ ഇന്ന് അമ്പലത്തിലോട്ടൊക്കെ ഒന്ന് വന്നതാണ്. ഞങ്ങളുടെ അമ്പലമാണ്, ഏനാത്ത് അമ്പലമാണ്, മഹാദേവ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ തൊഴുതിട്ടൊക്കെ ഒന്ന് വരാമേ. അപ്പുറത്തൊക്കെ തൊഴാനായിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അപ്പുറത്തോട്ട് അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് വരാം. ഇനി അപ്പുറത്തോട്ടൊക്കെ ഇനി തൊഴാനുണ്ട് കേട്ടോ. അകത്താണെങ്കിൽ തുലാഭാരമൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് അപ്പുറത്തോട്ടൊന്ന് തൊഴുതിട്ട് വരാം. ഇതിൽ അങ്ങോട്ട് പോയാൽ കാണാൻ പറ്റും. വണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശാസ്താവിൻ്റെ അടുത്ത് തൊഴാൻ പോവാം കേട്ടോ. ഇവിടെ ശാസ്താവാണ് കുടികൊള്ളുന്നത്. നമുക്ക് പാർവതി ദേവിയുടെ അടുത്ത് തൊഴാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇവിടാണ് തൊഴുന്നത്. അപ്പോൾ ഞങ്ങൾ ശ്രീകോവിലിൻ്റെ അകത്താണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ തൊഴാനായിട്ട് പോവുകയാണെ. നമുക്ക് തൊഴുതിട്ട് വരാം. ഞാനാണെങ്കിൽ തൊഴുതു. ഇനി ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. അച്ഛന് കടയിലോട്ട് പോകുന്ന സമയമായി. ഇനിയിപ്പം ഞാനാണെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ഞാൻ അച്ഛനും അമ്മയൊക്കെ കൂടെ ചെറുതായിട്ടൊക്കെ ഒന്ന് കേക്കൊക്കെ വാങ്ങിച്ചൊന്ന് മുറിക്കുന്നേ ഉള്ളൂ കേട്ടോ. വലുതായിട്ടൊന്നും നടത്താനായിട്ടൊന്നുമില്ല, അവരുടെ നടത്തുന്നില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും നടത്തുന്നതല്ലേ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വലുതായിട്ടൊന്നും ചോദിക്കുന്നില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കേക്കൊക്കെ വാങ്ങിച്ച് മുറിച്ച് തെറ്റിപ്പോയി ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. കേക്ക് മുറിക്കാനായിട്ട് നടാന്നതൊക്കെ ചെടി നടുന്ന പോലെ അങ്ങ് ചിന്തിച്ച് പോയി. അതുകൊണ്ട് എല്ലാം ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.